കലോത്സവ വേദിയിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ നമുക്കൊരു അതിഥി കൂടെയുണ്ട്. നേരിട്ട് അതിഥിയിലേക്ക് തന്നെ പോവാമല്ലേ? നമുക്ക് ഈ അതിഥിയെ പരിചയപ്പെടുത്തുമ്പോൾ ഒറ്റവാക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല അതെ, പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് അതിഥിയിലേക്ക് പോകാമല്ലേ എന്ന് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം ബഹുമുഖ പ്രതിഭയാണ്. ബഹുമുഖ പ്രതിഭയാണ്, ബഹുഭാഷാ വിദഗ്ധനാണ്, എഴുത്തുകാരനാണ്, ഗാനരചയിതാവാണ്, സർവോപരി ഒരു അധ്യാപകനാണ്. അതാണ് അത്തരത്തിൽ ഏറ്റവും വിശേഷണങ്ങൾ പ്രധാനപ്പെട്ട ഏറെയാണ് കാര്യം. അതെ അതെ അദ്ദേഹത്തിന്, അതെ. അല്ലേ? ജാഹിർ മാളിയേക്കൽ എന്നതാണ് അദ്ദേഹത്തിന്റെ പേര്. നമുക്ക് ഏറെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. എങ്ങനെയാണ് അങ്ങയെ പരിചയപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ ഈ ആലോചിച്ചു കൊണ്ടേയിരുന്നത്. അത്രത്തോളം അധികം കാര്യങ്ങൾ, പ്രത്യേകിച്ച് കലോത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ ജാഹിർ മാളിയേക്കൽ എന്ന പേര് പറയുമ്പോൾ അത്രത്തോളം കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനുണ്ടാകും. എന്താണ് 63ാമത് എഡിഷനിൽ നിൽക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് പറയാനുള്ളത്? ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു മികവ്, കുഞ്ഞുങ്ങളുടെ ഒരു പ്രതിഭ, അതിൽ അങ്ങയുടെ ഒരു പങ്ക് എങ്ങനെയാണ് എന്നത് കൂടി നേരിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയണം. നന്ദി. ഏഷ്യയിലെ ഏറ്റവും വലിയ മേളയാണ് സംസ്ഥാന കലോത്സവം. 63ാമത് അനന്തപുരിയിലെത്തുമ്പോൾ തീർത്തും സന്തോഷത്തിൻ്റെ ഒരു വലിയ വേള തന്നെ സൃഷ്ടിക്കുകയാണ്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്, അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്, അതിവേഗം നിസ്കാര പായാവിരിക്ക്, പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളിൻ, പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളിൻ. ഹിന്ദുവല്ല, മുസ്ലിമല്ല, ക്രിസ്ത്യനല്ല, മനുഷ്യൻ എന്ന പദവിയിൽ ഏറ്റവും ഉദ്ഘോഷമുള്ള ഒരു മൈത്രി മേളയാണ് ഈ സംസ്ഥാന കലോത്സവം. ഇവിടുത്തെ അരങ്ങുകൾ തകർത്താടുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലേക്ക് നന്മകളെ ഉത്സവം തന്നെ വേലിയേറ്റമായി കടന്നു വരികയാണ്. ഈ ലൈവിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ ഭാഷകൾ, അവരുടെ വേഷങ്ങൾ, അവരുടെ പശ്ചാത്തലങ്ങൾ അതൊക്കെ വളരെ വ്യത്യസ്തവും ആനന്ദകരവുമാകുമ്പോൾ ഓരോ ഹൃദയത്തുടിപ്പിലും നന്മകളുടെ സർഗാസ്മികൾ സ്ഫുരിച്ചു വരികയാണ്. സർഗം എന്ന വാക്കിന് നന്മ എന്നും സ്വഭാവമുണ്ട്. ഈ വാക്കിൽ നിന്നാണ് ഓരോ കവിയും കഥാകാരനും കഥാകൃത്തുമെല്ലാം ആവിഷ്കരിച്ച് വരുന്നത്. ഏറ്റവും വലിയ ഗായകനും കഥാകൃത്തുമെല്ലാം ഇത്തരം ചെറിയൊരു വേദിയിൽ നിന്ന് വലിയൊരു ഗായകനായി കഥാകൃത്തായി വരുന്ന വലിയൊരു മേളയുടെ വേളയാണ് ഈ ഏഷ്യയിലെ മേള. പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിൻ്റെ ഉത്സവമാണ്. ഇത്തരത്തിൽ എത്ര പറഞ്ഞാലും മതിയാകില്ല അല്ലേ കലോത്സവത്തെക്കുറിച്ച്? പ്രത്യേകിച്ച് അധ്യാപകനായി, കാണിയായി, അല്ലെങ്കിൽ ഒരു കലോത്സവത്തിൻ്റെ സംഘാടനത്തിൽ തന്നെ വളരെയേറെ പങ്കുള്ള ഒരാൾ കൂടിയാണ് സാഹിർ മാളിയേക്കൽ. ഓരോ കലോത്സവത്തിലും മത്സരാർത്ഥികളെ സ്റ്റേജിലെത്തിക്കുമ്പോൾ ഏത് രീതിയിലാണ് ഇത്തരം മത്സരങ്ങൾക്കൊക്കെ മത്സരാർത്ഥികളെ പ്രിപ്പയർ ചെയ്യുന്നത്? കാരണം നിരവധി ബഹുമുഖ പ്രതിഭ എന്ന് നമ്മൾ ആദ്യം തന്നെ വിശേഷിപ്പിച്ചു. അത് വിശേഷണം മാത്രമല്ല, അതാണ് സത്യം. ഇതിൽ പ്രധാനമായും വിശേഷണങ്ങൾക്കപ്പുറം ഉള്ളൊരു വലിയ പങ്ക് നമ്മൾ നേരിട്ട് കുട്ടികൾക്ക് കുറിപ്പെഴുതി കൊടുക്കുന്ന ഗാനങ്ങളോ കവിതകളോ അതവിടെ നിൽക്കാതെ നമ്മളെ നേരിൽ കാണാത്ത, നേരിൽ അറിയാത്ത മറ്റു ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ നമ്മുടെ ഗാനങ്ങളുമായി വരിക. മാ അഹ്സനൽ ഹിന്ദ ബുസ്താന, മാ അജ്ദബൽ ഹിന്ദ ഔതാന, വതനുന അൽ ഹിന്ദു വതനുൽ വുദ്ദി, കഅന്നഹാ ജന്നാത്തുൽ ഹുബ്ബി, കഅന്നഹാ ജന്നാത്തുൽ ഹുബ്ബി, അല്ലദിയാനുൻ ഫീഹി ഫീഹി കല്ലസ്ഹാരി ഹാരി ഹാരി. ഇന്ത്യ ഒരു സുന്ദരമായ പൂന്തോട്ടമാണ്. അതിൽ വിരിയുന്ന പൂക്കളെല്ലാം സുന്ദരമായ മതങ്ങളാണ്. നാനാത്വത്തിൽ ഏകത്വം പറയുന്ന ഇന്ത്യയുടെയും നന്മയുടെയും അതുപോലെ തന്നെ മൈത്രിയുടെയും ഉദ്ഘോഷങ്ങളായ ഗാനങ്ങൾ നേരിൽ നൽകിയ പാട്ടിന് പുറമെ മറ്റു ജില്ലക്കാർ നമ്മെ നേരിൽ കാണാത്ത കുട്ടികൾ ചെസ് നമ്പറായി വന്ന് ആലപിക്കുമ്പോൾ നമ്മൾക്ക് ഒരു രചന വലിയൊരു അവാർഡ് ലഭിച്ചതുപോലെയാണ് കാണപ്പെടുന്നത്. ഇതിന് വലിയൊരു പങ്ക് ഈ കലോത്സവം തന്നെയാണ്. ഒറ്റ കാര്യം കൂടി, ബഹുഭാഷാ വിദഗ്ധൻ എന്നൊരു പേര് അങ്ങയെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. കുട്ടികളുടെ ടാലന്റിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അങ്ങേക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ടാലന്റ് ലഭിച്ചത്? ബഹുഭാഷാ വിദഗ്ധൻ എന്നൊക്കെ പറയാൻ ഞാൻ എളിയൊരു മനുഷ്യനാണ്. ഞാൻ സ്കൂൾ തലത്തിൽ നിന്നാണ്
ഈ പാട്ടും സംഗീതവും എല്ലാം പഠിച്ചു വരുന്നത്. ആ പാട്ടിൽ നിന്ന് LP മുതൽ UP വരെ പഠിച്ചു. പിന്നെ അധ്യാപകരായ മൺമറഞ്ഞ അബൂബക്കർ സുല്ലമി, അതുപോലെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, അതുപോലെ തന്നെ നമ്മളെ സ്നേഹരാജൻ മാസ്റ്റർ, ഇവരൊക്കെ നമ്മളെ ഇതിലേറെ പങ്ക് അന്നത്തെ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ആ നല്ല ഗുരുവന്യർ അവരാണ് നമ്മെ ഈ ജീവിതത്തിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ടുവന്നത്. അതുപോലെ അത് മുന്നേറ്റിക്കൊണ്ടു. ഒരു കുട്ടിക്ക് പാഠത്തിന് പുറമെ, പാഠഭാഗങ്ങൾക്ക് പുറമെ ഒരു നന്മയുടെ അറിവ് കൂടി ഇത്തരം രചനയുടെ സംഗീത ലോകം. സംഗീതം ഒരു മനുഷ്യനെ നന്മയിലേക്കാണ് നയിക്കുന്നത്, ധർമ്മത്തിലേക്കാണ് നയിക്കുന്നത്. അവിടെ ആവിഷ്കാരമുള്ള ഏകോദര സഹോദരത്തിൻ്റെ നന്മയാണ് പാഠഭാഗങ്ങൾക്കപ്പുറം പുതിയൊരു ഏട് ഇത്തരം കലോത്സവത്തിലൂടെ നാം സന്ദേശമായി നൽകുന്നത്. യെസ്, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരാത്തതാണ് കാവ്യ. കാരണം നിരവധി കലോത്സവങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു സന്തോഷമൊക്കെയാണ് സാഹിർ മാളിയേക്കൽ നമ്മളോട് പങ്കുവെച്ചത്.